ഹലോ ഗൈസ്, എന്നതാ പരിപാടീസ്? അപ്പൊ ഇന്നത്തെ എന്റെ വരവ് ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ്. അപ്പൊ ആരാണ് എന്റെ ഇൻസ്പിറേഷൻ? ദ വൺ ആൻഡ് ഓൺലി റാപ്പ് ഗോഡ് എമിനം. എമിനത്തിന്റെ 1999 ഇറങ്ങിയ റോൾ മോഡൽ എന്നുള്ള സോങ് ആണ് എന്റെ ഇന്നത്തെ ഇൻസ്പിറേഷൻ. അത് കഴിഞ്ഞ കൊല്ലം കോർഡയും ജ്യൂസ് വേൾഡും കൂടെ ഡൂംസ് ഡേ എന്നുള്ള പേരിൽ അത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ സെയിം ബീറ്റ് എടുത്തിട്ട് അവര് വീണ്ടും ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ കിളി പോയി. അപ്പോൾ എനിക്ക് അത്തരത്തിലുള്ള ഒരു ബീറ്റ് പിടിക്കണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹം എന്റെ മനസ്സിൽ ഏന്തി വന്നു. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, ഏബിൾട്ടൺ തുറന്നു വെച്ചു, നിങ്ങളത് കാണിക്കണമെന്നും കരുതി. അപ്പോൾ പിന്നെ ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തേക്കാന്നും വെച്ചു. അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് ഞാൻ ആലോചിച്ചത്, ഈ ട്രാക്ക് ഞാൻ ആർക്ക് കൊടുക്കും? ആർക്കെങ്കിലും കൊടുക്കണല്ലോ, ചുമ്മാ ബീറ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവൻ ചില്ലറക്കാരനായിരിക്കരുത് എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. ആ ആർട്ടിസ്റ്റുകളിൽ ഞാൻ എന്റെ മനസ്സിൽ ആദ്യം പേര് ഓടി വന്ന് DKP എന്നുള്ളൊരു പേരാണ്. DKP. അപ്പൊ DKP നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി സ്പോട്ടിഫൈ DKP എന്നുള്ള അടിച്ചു നോക്കുക. ഓക്കെ, ആളെ എന്തായാലും ആളുടെ പാട്ടുകൾ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും. കാരണം ആള് റാപ്പ് 91 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് വരെ ആളുടെ പാട്ടുകൾ കയറിപ്പോയതാണ്. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും, തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും. ഓസം ആർട്ടിസ്റ്റ് ആണ്. ഹീസ് ഓൾസോ ഫ്രം ദ KTG. അപ്പോ നമ്മുടെ ആളാണ്, നമ്മളെല്ലാം ഒരു സെറ്റാണ്. അപ്പോ DKPക്കാണ് ഇന്നത്തെ ഈ ബീറ്റ് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ലെറ്റ്സ് ഗോ, എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഈ പറയുന്ന റോൾ മോഡൽ എന്ന് പറയുന്ന ഈ ട്രാക്കിന്റെ കോഡ്സ് ഞാൻ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള കുറച്ച് കോഡ്സ് ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് ഓൾറെഡി ചെയ്തിട്ട് ഞാൻ അതിനെ റീസാമ്പിൾ ചെയ്ത് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 2 ലെയർ ആയിട്ടാണ് അത് വരുന്നത്. അപ്പൊ ആദ്യത്തെ ലെയർ മെയിൻ മെലഡി എന്താണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ മെയിൻ മെലഡി ചെയ്തു. ഇനി അതിന്റെ കൂടെ അതിന്റെ ബാക്കിൽ വേറൊരു മെലഡി പോർഷൻ കൂടെ നമുക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ 2 സെറ്റായി. അപ്പൊ നമ്മൾ 2 ചെയ്തത് സ്ട്രം GS എന്ന് പറഞ്ഞ ഒരു VST ഉണ്ട്. നമ്മൾ ആ VST യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ 2 നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി നേരെ ബേസ് ഉണ്ടാക്കാം. അപ്പോൾ ബേസ് നമ്മൾ മറ്റേ ട്രാക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഫറൻസ് ആയിട്ട് നമ്മൾ ആ ട്രാക്ക് മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ആ ബേസിന്റെ ഒരു കളിയുണ്ട്, അതിന്റെ ഒരു പോക്കുണ്ട്. നമ്മൾ ആ ഒരു സിമിലർ സാധനത്തിലാണ് നമ്മൾ പോകാൻ നോക്കിയേക്കുന്നത്. ബട്ട് നമ്മൾ അതുപോലെ തന്നെ റെപ്ലിക്ക നമ്മൾ പിടിക്കുന്നൊന്നുമില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മുടെ സംഭവങ്ങൾ പോകുന്നത്. ആ പറയുന്ന ആ പഴയ കാലഘട്ടത്തെ ഒരു ഫീല് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന സ്ട്രം നമ്മൾ യൂസ് ചെയ്ത സമയത്ത് പോലും അതായത് നമ്മുടെ മെയിൻ മെലഡി നമ്മൾ ചെയ്ത സമയത്ത് പോലും അതിൽ നമ്മൾ കുറച്ച് വിന്റേജ് സൗണ്ട്സ് വരാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഈ വേവ്സിന്റെ കുറച്ച് പ്ലഗിൻസും പരിപാടികളും നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന വേവ്സിന്റെ ബാസ് ഫിംഗർ എന്ന് പറയുന്ന VST യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനിവിടെ പോകുന്നത്. അപ്പോൾ അതൊന്നും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ നൈസായിട്ട് ഒരു ബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് നമ്മൾ ആദ്യത്തെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഹുക്കിനൊരു ബേസും നമ്മൾ വേഴ്സ് വരുന്ന സമയത്ത് ബേസിന് കുറച്ച് വ്യത്യാസം കൂടെ നമ്മൾ കൊടുക്കാൻ പോവാണ്. അപ്പോൾ വേഴ്സിന്റെ പോർഷൻ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ഇതാണ് എന്റെ മനസ്സിൽ കിടക്കുന്ന ഡ്രംസ്. ഇനി നമുക്ക് ഡ്രംസ് പിടിക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഹൈ ഹാറ്റ് കൊടുക്കാം. അപ്പോൾ ഹൈഹാറ്റ് കൊടുത്തപ്പോൾ നമ്മൾ കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറച്ച് ഹ്യൂമൻ ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഓരോന്നിനും അതിൻ്റെ ആയിട്ടുള്ള ചെറിയ ലാഗ് നമ്മൾ കൊടുത്ത് വിടണം. കറക്റ്റ് ടൈമിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ പറയുന്ന ഒരു ഹിപ്പ് ഹോപ്പിന്റെ ഒരു ശരിക്കുള്ള ഒരു നാച്ചുറൽ ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇത് നോക്കി കൃത്യമായിട്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ, മൂവിങ് ഓൺ. നമുക്ക് സ്നെയർ കൊടുക്കാം. ഓക്കെ, സ്നെയർ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്നെയറാണ് നമ്മൾ കൊടുത്തത്. നല്ല ഹിറ്റ് ചെയ്യുന്ന നല്ല സ്നെയറാണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, ഇനി കിക്ക് കൊടുക്കുക. ഇനി കിക്ക് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നോക്കണം. ടൈമിങ്, അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം.
നമ്മൾ കിക്കിങ് കൊടുത്തു. ഇനി നമുക്ക് ഓപ്പൺ ഹൈ ഹാറ്റ് കൊടുക്കാം. അപ്പൊ നമ്മൾ ഓപ്പൺ ഹൈ ഹാറ്റും കൊടുത്തു. ഇനിയിപ്പോ നമുക്ക് ഡ്രംസും ബേസും ഒരുമിച്ച് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ഡ്രംസ് ബേസ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങളൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട്, കുറച്ച് ഫ്ലെക്സിംഗ് ടൂൺസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് ഈ ഫുൾ ബീറ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കനോട് ഞെക്കി കഴിഞ്ഞാൽ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.